ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു 390 നമ്മൾ ഡൊമിനോൻ്റെ പിസ്റ്റൺ സിലിണ്ടർ അസംബിൾ ചെയ്തിട്ടുണ്ട്. വൈറ്റ് സ്മോക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സിലിണ്ടർ മാറേണ്ട ഒരു സാഹചര്യം വന്നു. കസ്റ്റമർ കയ്യിൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു ഓപ്ഷൻ കസ്റ്റമർ പറഞ്ഞപ്പോൾ നമ്മളത് ചെയ്തു കൊടുത്തു. എന്തായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പോരായ്മകളെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഡൊമിനോർ എന്ന് പറയുമ്പോൾ ഒരു ടൂറിംഗ് ട്യൂൺഡ് എഞ്ചിനാണ്. എന്നാൽ 390 ആണെങ്കിൽ ഒരു പെർഫോമൻസ് ട്യൂൺഡ് എഞ്ചിനാണ്. രണ്ടിൻ്റെ പർപ്പസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പിസ്റ്റൺ സിലിണ്ടറിൽ ഒരുപാട് ഡിഫറൻസ് രണ്ടിലും വരുന്നുണ്ട്. ഹൈ നിക്കാസിൽ കോട്ടിംഗ് ആണ് 390യുടെ പിസ്റ്റൺ സിലിണ്ടർ അസംബ്ലിയിൽ വരുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല എമൗണ്ട് കൂടുതലാണ്. ഡൊമിനോർ വളരെ വില കുറവാണ്, 4000 സംതിങ് രൂപ വില വരുന്നുള്ളൂ. മറ്റേത് 18,000 രൂപ വരുന്നുണ്ട്. രണ്ടും തമ്മിൽ ഒരുപാട് വെയിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. ഏകദേശം 1.5 കിലോഗ്രാമോളം കൂടുതലാണ് ഡൊമിനോറിൻ്റെ പിസ്റ്റൺ സിലിണ്ടർ 390നെ അപേക്ഷിച്ചിട്ട്. രണ്ടിൻ്റെ ട്യൂണിങ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ 390ൽ നമ്മൾ ഡൊമിനോറിൻ്റെ സിലിണ്ടർ അസംബിൾ ചെയ്യുമ്പോൾ ഏകദേശം 2 bhp കുറവ് വരും. ഇത് നിങ്ങൾക്ക് വിഷയമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഡൊമിനോറിൻ്റെ സിലിണ്ടർ അസംബിൾ ചെയ്യാവുന്നതാണ്. ഏകദേശം 14,000 രൂപയുടെ മേലേക്കുള്ള ഡിഫറൻസ് ഉണ്ടാവും.